നമ്മുടെ ക്യാമ്പസുകൾക്ക് ഇതെന്തു പറ്റി? ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് പുരോഗമന ആശയങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു കേരളത്തിലെ കലാലയങ്ങൾ. പൊതുസമൂഹത്തെ പോലും മുന്നോട്ട് നയിച്ച വിപ്ലവ ചിന്താധാരകൾ രൂപം കൊണ്ടിരുന്നത് നമ്മുടെ കലാലയങ്ങളിൽ നിന്നായിരുന്നു. ജാതീയവും മതപരവുമായ ഒരു വേർതിരിവിനെയും നമ്മുടെ കലാലയങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ആ കലാലയങ്ങൾക്ക് എന്തുപറ്റി? കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ ഗൗരവമുള്ള ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ പുതുകുളങ്ങരയിലെ തീർത്തും സാധാരണമായ ഒരു കുടുംബത്തിലെ അംഗമാണ് നിതിൻ. കടുത്ത ജാതി വിവേചനവും അധിക്ഷേപവും ക്യാമ്പസിൽ ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. താൻ അനുഭവിച്ച യാതനകൾ തന്റെ കൂട്ടുകാരൻ അയച്ച സന്ദേശത്തിൽ നിതിൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമ്പസിലെ ചില അധ്യാപകർ ജാതീയമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തുവെന്ന പരാതി അങ്ങേയറ്റം ഗുരുതരമാണ്. അധ്യാപകരിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ആശങ്കയുണർത്തുന്നതുമാണ്. കോളേജിൽ നിതിൻ ജാതി അധിക്ഷേപത്തിന് ഇരയായിരുന്നു, അതും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഒരധ്യാപകനെതിരെ പരാതികളുടെ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരക്കാർ എങ്ങനെ അധ്യാപക വേഷധാരികളായി? നമ്മുടെ സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക നീതിയും സമത്വവും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ കേരളത്തിൽ ജാതിയുടെ പേരിൽ ഇത്തരമൊരു വേർതിരിവ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ജാതി വിവേചനത്തിന്റെ വിഷവിത്തുകൾ വിതയ്ക്കുന്ന ദുഷ്ടശക്തികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബാധ്യത കേരളീയ സമൂഹത്തിനാകെയുണ്ട്. ഈ സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരുടെയും മുഖം നോക്കാതെ തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. തീർത്തും പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മകന്റെ ശോഭനമായ ഭാവി സ്വപ്നം കണ്ട നിതിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തണം. നീതി നടപ്പിലാക്കുക തന്നെ വേണം. അതുമാത്രം പോരാ, നമ്മുടെ ക്യാമ്പസുകളെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കണം. വിദ്യാർത്ഥി സംഘടനകൾ അവരവരുടെ ദൗത്യം കൂടുതൽ ഗൗരവത്തോടെ ഏറ്റെടുക്കണം. അധ്യാപകരെന്നല്ല, ജാതിവെറിയുടെ അപമാനകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് അധികാര കേന്ദ്രത്തെയും നിർഭയം വെല്ലുവിളിക്കാനും ചെറുത്തു തോൽപ്പിക്കാനും വിദ്യാർത്ഥികളുടെ സംഘടിത ശക്തികൾക്കാകണം. കലാലയങ്ങളെ അരാഷ്ട്രീയമാക്കാൻ വെമ്പൽ കൊണ്ടിറങ്ങുന്ന ശക്തികൾ ഇത്തരം പ്രാകൃതമായ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കലാലയങ്ങൾ സർഗാത്മക സംവാദങ്ങളുടെയും ആശയപരമായ പോരാട്ടങ്ങളുടെയും കേന്ദ്രങ്ങളായി നിലനിൽക്കണം. ശരിയാം വിധം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കലാലയങ്ങളിൽ നിന്ന് പുതിയ ചിന്തകളും ആശയങ്ങളും ഉണ്ടാകും. അവിടെ നിന്ന് പ്രക്ഷോഭങ്ങളുടെയും പ്രതിരോധത്തിന്റെയും കരുത്തുറ്റ ശബ്ദങ്ങൾ ഉയരും. അവിടെ വിഭാഗീയ ചിന്തകൾക്കപ്പുറം മാനവികതയുടെ മനോഹരമായ ലോകം രൂപപ്പെടും. സമത്വത്തിന്റെ ആശയങ്ങൾ ഉയരും. ആ ആശയങ്ങൾ പൊതുസമൂഹത്തിന് വഴികാട്ടും. കരുത്തുറ്റ പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ വിദ്യാർത്ഥികൾ സുരക്ഷിതരായിരിക്കും. ജാതിവെറിയുടെ പ്രാകൃതമായ മനസ്സുമായി വിദ്യാർത്ഥികളെ സമീപിക്കാൻ അധ്യാപക വേഷമണിഞ്ഞ കിരാതന്മാർ ഭയപ്പെടും. നമ്മുടെ കലാലയങ്ങൾ ശരിയാം വിധം രാഷ്ട്രീയവൽക്കരിക്കപ്പെടട്ടെ. അവിടെ നിന്നും പ്രതിരോധത്തിന്റെ പുതിയ മാതൃകകൾ ഉദയം ചെയ്യട്ടെ. പുരോഗമന ആശയങ്ങളുടെ ഊർജം പ്രസരിക്കുന്ന സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ജാതിചിന്തയുടെ ദുഷിച്ച വേരുകൾ പിഴുതെറിയാൻ പൊതുസമൂഹത്തിന് പ്രേരണയാകുന്ന വഴികാട്ടുന്ന മാതൃകാ സ്ഥാനങ്ങളായി നമ്മുടെ കലാലയങ്ങൾ മാറട്ടെ.